ആ വീട്ടിൽ ഇപ്പൊ തിരിച്ച് കയറിയവരോടാകട്ടെ അവിടെ ഉള്ള മത്സരാർത്ഥികളോടാകട്ടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെച്ച് പുലർത്താത്ത ഒരാളാണ് അനീഷ്. അത് വ്യക്തമായിട്ട് അക്ബറിന്റെ വാ കൊണ്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മസ്താനി വന്ന് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു പുള്ളിക്കാരനാണ് ഈ അനീഷ്. എന്നാൽ ഞാൻ തിരിച്ചു കയറി വന്ന സമയത്ത് ഞാൻ വിഷമങ്ങൾ കൊണ്ടാണ് കയറി വന്നത്. വന്നപ്പോൾ എനിക്ക് കാപ്പി തന്നു, എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഞാൻ എന്തൊക്കെ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹം അതൊന്നും മനസ്സിൽ വെക്കാതെയാണ് എന്നോട് പെരുമാറിയതെന്ന് മസ്താനി പറയുന്നു. അത് കഴിഞ്ഞു പ്രവീൺ പറയുകയാണ്. പ്രവീൺ അവിടെ നിന്നപ്പോൾ നമുക്കറിയാമായിരുന്നല്ലോ, അനീഷ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് സംസാരിച്ച് അനീഷിനെ അടിച്ച് വീഴ്ത്താനും, അനീഷ് കള്ളനാണെന്നോ ഫേക്കാണെന്നോ അനീഷ് എന്ത് ചെയ്താലും അത് ഗെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന പ്രവീൺ വരെ പറയുന്നു അനീഷിന് നല്ല മനസ്സുണ്ട്, നല്ലൊരു മനുഷ്യനാണ് എന്ന രീതിയിൽ പ്രവീൺ പറയുന്നു. നെവിൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അനീഷിന് നല്ലൊരു മനുഷ്യത്വം ഉണ്ടെന്ന് പറയുന്നു, ഇന്നും അതുപോലെ തന്നെ പറയുന്നുമുണ്ട്. അത് മാത്രമല്ല അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട്. അനുമോൾ അനീഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ അന്ന് ഈ പറയുന്ന നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് പോയി കിടന്നത് ആ സോഫയുടെ ആ താഴെയാണ്. രാവിലെ ആയപ്പോഴത്തേന് തണുപ്പ് കൂടി. ആ സമയത്ത് അനീഷേട്ടൻ വന്നിട്ട് എനിക്ക് ബ്ലാങ്കറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തലേണയും കൊണ്ട് എനിക്ക് തന്നു. അങ്ങനെ ഓരോ നിമിഷത്തിൽ അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്ന ഈ അനുമോളും പറയുന്നുണ്ട്. അങ്ങനെ ആ ബിഗ് ബോസ് വീട്ടിന്റെ ഉള്ളിലുള്ള ഓരോ മത്സരാർത്ഥികളും അക്കമിട്ട് പറയുന്നു അനീഷ് എന്ന്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ അനീഷിന് കണ്ണുനീര് വരുന്നുണ്ട്. അനീഷ്